ഹേമ കമ്മിറ്റി വിവാദം മലയാള സിനിമാ അതിർത്തി കടന്ന് കോളിവുഡിലും സാൻഡൽവുഡിലും പുതിയ വിവാദ തീ കൊളുത്തിയിരിക്കുന്നു. തമിഴ്നാട്, കർണാടക സിനിമാ മേഖലകളിൽ വലിയ പൊട്ടിത്തെറികൾ ഉടനെ ഉണ്ടായേക്കാം. അവിടെയും സമാനമായ അന്വേഷണം നടക്കാനുള്ള വൻ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിലിപ്പോൾ കർണാടകയിൽ സിനിമാ താരങ്ങളുടെ ഒരു ഭീമ ഹർജി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കൈമാറിയിരിക്കുന്നു. കർണാടക ചലച്ചിത്ര മേഖലയിൽ ഉയർന്നു വന്ന സമാന ആരോപണങ്ങൾ സർക്കാർ കമ്മിറ്റിയെ വെച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സാൻഡൽവുഡിലെ 150 ചലച്ചിത്ര പ്രവർത്തകർ ഒപ്പിട്ട പരാതിയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിലാവട്ടെ അവിടെയുള്ള അഭിനേതാക്കളുടെ കൂട്ടായ്മയായ നടികർ സംഘമാണ് സിനിമാ മേഖലയിലെ തെറ്റായ പ്രവണതകൾ തടയാൻ നടപടിയുമായി രംഗത്തെത്തുന്നത്. കുറ്റം തെളിഞ്ഞാൽ വിലക്കുൾപ്പെടെ കടുത്ത നടപടികളാണ് നടികർ സംഘം ശുപാർശ ചെയ്യുന്നത്. ലൈംഗിക അതിക്രമ പരാതികൾ പരിഹരിക്കാൻ ആഭ്യന്തര പ്രശ്ന പരിഹാര സെൽ ഉൾപ്പെടെ ശക്തിപ്പെടുത്താനാണ് നടികർ സംഘത്തിന്റെ തീരുമാനം. തെറ്റുകാരാണെന്ന് കണ്ടെത്തുന്നവരെ 5 വർഷം വരെ വിലക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കുക. സിനിമയിലെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന യോഗത്തിന് ശേഷമാണ് നടികർ സംഘത്തിന്റെ പ്രഖ്യാപനങ്ങൾ. തമിഴ് അഭിനേതാക്കളായ നാസർ, വിശാൽ, കാർത്തി എന്നിവരാണ് നടികർ സംഘത്തിന്റെ നേതൃസ്ഥാനത്തുള്ളത്. സുഹാസിനി, ഖുഷ്ബു, രോഹിണി എന്നിവരുൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനങ്ങളുള്ളത്. കർണാടക സിനിമയിലേതാവട്ടെ പരാതി നൽകിയവരിൽ സിനിമാ താരങ്ങളും സംവിധായകരും എഴുത്തുകാരുമുണ്ട്. കേരള സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിക്ക് സമാനമായി സാൻഡൽവുഡിലെ പീഡന ആരോപണങ്ങൾ അന്വേഷിക്കാൻ കർണാടക സർക്കാർ കമ്മിറ്റിയെ നിയോഗിക്കണമെന്നതാണ് ആവശ്യം. സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ വിരമിച്ച ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ വേണം കമ്മിറ്റി അന്വേഷണം നടത്തേണ്ടതെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. തമിഴ്നാട്ടിലെ നടികർ സംഘടന പ്രധാനമായും 7 തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ എടുത്തിട്ടുള്ളത്. സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ലൈംഗികാതിക്രമം നടത്തി എന്ന് തെളിയിക്കപ്പെട്ടാൽ 5 വർഷം വരെ വിലക്കുണ്ടാകും എന്നതാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം. ഒപ്പം ബാധിക്കപ്പെട്ട ഇരകൾക്ക് നിയമസഹായത്തിനുള്ള എല്ലാ പിന്തുണയും സംഘടന നൽകും. അതിക്രമങ്ങൾ അറിയിക്കാൻ ആഭ്യന്തര പരിഹാര സെല്ലിനായി പ്രത്യേക ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഉണ്ടാക്കും. ഇരകൾക്ക് ഈ നമ്പറിലൂടെയും ഇമെയിൽ വഴിയും പരാതികൾ അറിയിക്കാം. ഇക്കാര്യങ്ങൾ സൈബർ പോലീസിനെ അറിയിക്കാനും നിയമ നടപടി സ്വീകരിക്കാനും നടികർ സംഘം തന്നെ സഹായം നൽകും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പരാതി ഉന്നയിക്കുന്നതെങ്കിലും നിയമസഹായത്തിനുള്ള പിന്തുണ നൽകും. ഈ വിവാദവും ഇതുപോലുള്ള നടപടികളും ഇന്ത്യയിലെ മറ്റുള്ള സിനിമാ മേഖലകളിലേക്കും പടരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഹേമ കമ്മിറ്റി തുറന്നുവിട്ട വിവാദ ഭൂതം ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ഒരു ശുദ്ധികലശം നടത്തിയിട്ടേ അടങ്ങൂ എന്ന് തോന്നുന്നു.